അതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല. സർക്കാരിന് ഇതിന് ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അയ്യപ്പ ഭക്തരിൽ പ്രമുഖരായ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരെയും, അതുപോലെ തന്നെ സനാതന ധർമ്മത്തെക്കുറിച്ച് നല്ല കൃത്യമായിട്ട് അറിവുള്ള സ്വാമിജിമാരെ, സന്യാസിമാരെ, ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമികളെ പോലെയൊക്കെയുള്ള അറിവുള്ള ആളുകളെ കൂടി കുറച്ച് ആളുകളെയും കൂടി സംഘടിപ്പിച്ച് ഒരു യോഗം വിളിക്കുക. ആ യോഗത്തിൽ ഞാൻ പറയാം, ഞങ്ങളിങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, നിങ്ങളെ അഭിപ്രായമൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ അഭിപ്രായത്തിൽ വേണ്ടത് അവരോട് കൂടി ആലോചിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്ന രീതിയിൽ പോകണം, ഇത് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാകണമെങ്കിൽ അതിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം, അതിൻ്റെ നടത്തിപ്പ് ഇങ്ങനെയായിരിക്കണം, അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കണം എന്ന് അവർ കൃത്യമായിട്ട് പറയും. ആ നിർദ്ദേശപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു വിജയമായിരിക്കും ഈ അയ്യപ്പ സംഗമം. അതുകൊണ്ട് ആ രീതിയിൽ നടത്താൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ പൊട്ടിച്ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുക എന്ന് വെച്ചാൽ ആ ഒരു ഔചിത്യക്കുറവുണ്ടല്ലോ, ആ ഒരു ഔചിത്യക്കുറവാണ് ഇപ്പം നിങ്ങളിവിടെ ഈ അയ്യപ്പ സംഗമത്തിൽ ഇപ്പം ഇതുവരെ നിശ്ചയിച്ച കാര്യം വെച്ച് നോക്കുമ്പം സംഭവിക്കാൻ പോകുന്നത്.